യേശുനാഥൻ്റെ സാബത്ത് സൗന്ദര്യം ആസ്വദിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. കൈശോഷിച്ചവനെ സാബത്ത് ദിവസം സൗഖ്യപ്പെടുത്തുന്ന കർത്താവ്. 3 പടികളായി ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. 1. വീണ്ടും ഒരു സാബത്ത് വിവാദം. ഈ സാബത്ത് അനുഭവത്തിൽ നാമും കർത്താവിൻ്റെ അരികെ ഉണ്ട് എന്ന് ഭാവിക്കുക. നാം അന്നത്തെ സാബത്ത് ആചാരത്തിൻ്റെ നിയമത്തിൻ്റെയും കൂടെ ആയിരിക്കുമോ, അതോ യേശുവിൻ്റെ ഭാഗത്തായിരിക്കുമോ നിൽക്കുന്നത്? അവിടുത്തെ ഉദ്യോഗഭരിതമായ അവസ്ഥയിൽ നമ്മളും അസ്വസ്ഥരാണ്. കർത്താവ് കൈശോഷിച്ചവനെ സൗഖ്യപ്പെടുത്തുമോ ഇല്ലയോ? ആരാണ് ഈ വിവാദത്തിൽ ജയിക്കുക? യേശുവോ ഫരിസേയരോ? വികാരഭരിതമായ അന്തരീക്ഷം. നമുക്ക് സുവിശേഷത്തിൻ്റെ ഉള്ളിൽ ആയിരിക്കുവാൻ ശ്രമിക്കാം. 2. വൈകല്യമുള്ള മനുഷ്യനോടുള്ള യേശുവിൻ്റെ മനോഭാവം. നന്മയോടുള്ള യേശുവിൻ്റെ അതിയായ താല്പര്യമാണ് ഇവിടെ നാം കാണുന്നത്. എന്നാൽ വ്യക്തിപരമായി യേശുവിന് അയാളോട് എന്ത് തോന്നിയെന്ന് മർക്കോസ് സുവിശേഷകൻ പറയുന്നില്ല. സുവിശേഷകൻ അത് നമ്മുടെ ഭാവനയ്ക്ക് വിടുന്നു. എന്നാൽ ഫരിസേയരോട് യേശുവിന് തോന്നിയത് അവരുടെ ഹൃദയ കാഠിന്യത്തിൽ കോപവും സങ്കടവുമാണ്. ഒരു സഹോദരൻ്റെ ജീവിതത്തെ സ്പർശിക്കുന്നതിനേക്കാളും നിയമത്തെയും സംഹിതകളെയും നെഞ്ചേറ്റിയ ഫരിസേയർ ക്രിസ്തുവിനെ യാതൊരു രീതിയിലും സ്പർശിക്കുന്നില്ല, സ്വാധീനിക്കുന്നുമില്ല. 3. യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ഈ വശം നിങ്ങൾ അഭിമുഖീകരിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മറ്റുള്ളവരോട് നമ്മൾ പ്രകടിപ്പിക്കുന്ന ക്രിസ്തു വൈരുദ്ധ്യാത്മകതയിൽ ക്രിസ്തു വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് നമുക്ക് കേൾക്കുവാൻ സാധിക്കും. യേശു നമ്മെ ഉപദേശിക്കുന്നത് ശ്രവിക്കാൻ നാം ശ്രമിച്ചാൽ ക്രിസ്തുവിൻ്റെ കരുതൽ നാം അനുഭവിക്കും. ക്രിസ്തു നമ്മളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്ന മേഖലകളിലും രീതികളിലും നാം നമ്മെ സമർപ്പിച്ച് ജീവിക്കേണ്ടതുണ്ട്. എന്താണ് ക്രിസ്തുവിൻ്റെ സാബത്ത്? അത് നിർധനരെ ശ്രവിക്കുന്നതാണ്. മറ്റുള്ളവരുടെ കുറവ് കാണുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ക്രിസ്തുവിൻ്റെ സാബത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീരുന്ന ക്രിസ്തു തന്നെയാണ്. എനിക്ക് വേണ്ടി എല്ലാവരെയും മാറ്റി നിർത്തുന്നതാണത്. എന്നോടുള്ള കരുതലിൻ്റെ സ്നേഹമാണത്. തിന്മയെ തോൽപ്പിച്ച് നന്മ ചെയ്യുന്നതാണത്. ദൈവത്തിൽ വിശ്രമിക്കുന്നതാണ് ആ സാബത്ത്. ദൈവത്തിൻ്റെതായി മാറുന്നതാണ്. ഞാൻ നന്മയായി മാറുന്നതാണ്. അത് ക്രിസ്തു തന്നെയാണെന്ന തിരിച്ചറിവ് ബോധ്യമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ക്രിസ്തു സ്നേഹത്തിൻ്റെ സാബത്തനുഭവം നമ്മുടെ ഞായറാഴ്ച ദിനങ്ങളിലെ അർത്ഥവും ആഴവും നമുക്ക് അനുഭവിക്കാം. ജീവിതത്തിൻ്റെ സർവ്വതിരക്കുകളും ക്രിസ്തുവിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് ശാന്തമായിരുന്ന ദൈവത്തിൻ്റെതായി മാറാം. സങ്കീർത്തകനോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.
ശ്വാസം കാത്തിരിക്കാം.